ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി വരുന്ന ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോകണം, പക്ഷേ ഇത് ഒരു ഇടവഴിയാണ്. അങ്ങനെ ആളും പേരൊന്നും ഇല്ലാത്ത അങ്ങനത്തുള്ള വഴിയാണ്. റോഡിലോട്ട് മെയിൻ റോഡിൽ പോകാൻ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ട്രെയിനിലാണ് ഇവിടെ വന്നത്, ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയില്ല റോഡിലോട്ട് എങ്ങനെ പോകുന്നു. പക്ഷേ ഈ റൂട്ടിൽ നമുക്ക് പോകാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റൂട്ടാണ് പോകുന്നത്. പിന്നെ ബാക്കിൽ കൂടെ എന്തോ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെയിൻ എൻട്രൻസ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആണ്. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഫുള്ള് പാർക്കിംഗ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. മരങ്ങളെല്ലാം നിറഞ്ഞ് വെച്ചിട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പുറത്തുനിന്നായാലും ഇനി അകത്തോട്ട് കയറി നോക്കുമ്പോൾ അറിയാം. ഞാൻ എന്നാലും ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കണ്ടു. ഇങ്ങനെ വരും റെയിൽവേ സ്റ്റേഷൻ. മൊത്തം പാർക്കിംഗ് ആണ് ഇവിടെ ഫുള്ള്. ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ്, ഒരു പഴയ മോഡൽ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ പിന്നെ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ അകഭാഗം വരുന്നത്. കണ്ടോ, ഒരു നല്ലൊരു ലുക്കാണ് കയറി വരുന്ന ഭാഗം. ഫുള്ളിങ്ങനെ ഇരിക്കാനും നല്ലൊരു സ്പേസാണ്. ചൂടുമില്ല, ഒന്നുമില്ലാത്ത നല്ലൊരു സ്പേസ് ഉള്ളൊരു ഭാഗമാണ്. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല, കാരണം സ്റ്റോപ്പുള്ള ട്രെയിനുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ഒരു കർവുണ്ട്, വലിയൊരു കർവുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമും രണ്ട് പ്ലാറ്റ്ഫോമുണ്ട്. ഒന്നും രണ്ടും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കിൽ കുറച്ച് ട്രാക്കുണ്ട്. അത് ഗുഡ്സ് ട്രെയിൻ ഇടാൻ വേണ്ടി. പിന്നെ എംറ്റി ആയിട്ടുള്ള റേക്കുകളൊക്കെ കൊണ്ടിടാനുള്ള ഒരു സ്പേസാണ് അവിടെ ഉള്ളത്. അത് പ്ലാറ്റ്ഫോം അല്ല, മൂന്നാമത്തെ പ്ലാറ്റ്ഫോം അല്ല, അത് റേക്ക് ഇടാൻ മാത്രമുള്ളൊരു ഇതാണ്. അപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അതിൽ ആദ്യം ഈ കാണുന്നതെന്ന് പറയുന്നത് ലൂപ്പ് ലൈനാണ്. എറണാകുളത്തോട്ട് പോകുന്ന വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ട്രാക്കാണ്. രണ്ടാമത്തെ ഇതിൽ വരുമ്പം തൃശ്ശൂരോട്ട് പോകുന്ന ട്രെയിനുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലൂപ്പ് ലൈനാണ്. നടുക്ക് മിഡിൽ വരുന്ന രണ്ടും മെയിൻ ലൈനാണ്. എറണാകുളത്തോട്ടും തൃശ്ശൂരുള്ള രണ്ട് മെയിൻ ലൈനാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ട്രാക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പം നമ്മുടെ എറണാകുളം ടൗണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇന്ന് സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മംഗല ലക്ഷദ്വീപാണ്. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇരിഞ്ഞാലക്കുട നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്ത സമയത്തും ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തത് മംഗല ലക്ഷദ്വീപ് ട്രെയിൻ തന്നെയായിരുന്നു. ഇന്നും അത് തന്നെയാണ്. അത് 10:30 ആകുമ്പം എറണാകുളത്ത് നിന്ന് എടുക്കും. ഇപ്പം എറണാകുളം ടൗൺ എത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി സ്റ്റോപ്പില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇടപ്പള്ളി വന്നിട്ട് ആദ്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ മംഗല ലക്ഷദ്വീപാണ്. അങ്ങനെ മംഗല ലക്ഷദ്വീപ് സ്കിപ്പ് ചെയ്ത് പോയി. ഇട്ടാർസി എന്ന് പറയുന്ന ലോക്കോ ഷെഡിൽ WP7 ലോക്കോ ആയിരുന്നു മംഗല ലക്ഷദ്വീപിന് കൊടുത്തിരുന്നത്. അടുത്ത ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുകയെന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. സ്ഥിരം ഓടുന്നതാണ് കേട്ടോ, സ്ഥിരം ഡെയിലി സർവീസ് ഉള്ളതാണ്. അത് എത്താറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത്.
ആലപ്പുഴ എക്സിക്യൂട്ടീവ് ലൂപ്പ് ലൈൻ, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമായ ലൂപ്പ് ലൈനിലാണ് പിടിച്ചിട്ടേക്കുന്നത്. അത് ഓവർടേക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് അവിടെ പിടിച്ചിട്ടതാണ്. അത് ആലപ്പുഴ എക്സിക്യൂട്ടീവിന് അരക്കോണത്തിൻ്റെ WAP4 ആണ് കൊടുത്തേക്കുന്നത്. അതിനിപ്പം അടുത്ത ഓവർടേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുവേളിയിലോട്ട് പോകുന്ന, ഗോരഖ്പൂറിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന റപ്തിസാഗർ എക്സ്പ്രസ് ആണ്. അത് ശനിയും ഞായറും ചൊവ്വയും മാത്രമേ റൺ ചെയ്യാറുള്ളൂ, 3 ദിവസം ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോകുക. ശരിക്കും പറഞ്ഞാൽ ഈ റപ്തിസാഗർ ഡെയിലി ലേറ്റായിട്ട് വരുന്ന, ഏകദേശം 2, 3, 4, 5 മണിക്കൂറോളം ലേറ്റായിട്ടൊക്കെ വരുന്ന വണ്ടികളാണ്. ഇന്ന് എന്തായാലും വലിയ ലേറ്റില്ല, ഒരു അരമണിക്കൂർ വേണ്ട ലേറ്റേ ഉള്ളൂ. അപ്പം ഈ ഗോരഖ്പൂർ എക്സിക്യൂട്ടീവ്, ആലപ്പുഴ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഓൺ ടൈമാണ്. അപ്പോൾ ഈ റപ്തിസാഗറാണ് ആദ്യം എറണാകുളം ടൗണിൽ കയറേണ്ടത്, അതിന് ശേഷമാണ് ഈ ആലപ്പുഴ കയറേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇടപ്പള്ളിയിൽ പിടിച്ചിട്ടത്. അപ്പോൾ അതിന് മുമ്പേ ക്രോസിംഗ് ഉണ്ട്, ഓവർടേക്ക് അല്ലാതെ ഒരു ക്രോസിംഗ് ഉണ്ട്, അഹില്യ നാഗരി എന്ന് പറയുന്ന എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് ഉണ്ട്. കൊച്ചുവേളിയിൽ നിന്ന് കോർബ വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ്സാണ് ഈ അഹില്യ നാഗരി എന്ന് പറയുന്നത്. അതിപ്പം ക്രോസിംഗ് ഉണ്ട്, ഈ ആലപ്പുഴ എക്സിക്യൂട്ടീവിന് ക്രോസ് ചെയ്യും. അത് അടുത്ത സ്പോട്ട് ചെയ്യുന്ന അതായിരിക്കും, അഹില്യ നാഗരി എക്സ്പ്രസിൻ്റെ സ്പോട്ടിംഗ് ആയിരിക്കും അടുത്തത്. അഹില്യ നാഗരി എക്സ്പ്രസ്സിന് കൊടുത്തിരുന്നത് റോയാപുരത്തിൻ്റെ WAP7 ലോക്ക് ആയിരുന്നു. അത് ക്രോസ് ചെയ്ത് പോയി. ഇനി അടുത്തതെന്ന് പറയുന്നത് റപ്തിസാഗർ ഓവർടേക്ക് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റപ്തിസാഗറിൻ്റെ ഓവർടേക്കിങ്ങും പിന്നെ പരശുറാമിൻ്റെ ക്രോസിങ്ങും ഉണ്ട്. അത് രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. റപ്തിസാഗറിന് കൊടുത്തിരുന്നത് റോയാപുരത്തിൻ്റെ WAP7 ആയിരുന്നു. പരശുറാമിന് കൊടുത്തിരുന്നത് WAP4 ഈറോഡിൻ്റെ ആയിരുന്നു, ഈറോഡിൻ്റെ ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സ്പോട്ട് ചെയ്യാനുള്ളത് ശബരി എക്സ്പ്രസ് ആയിരിക്കും.
പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എന്താ നമ്മൾ ഇരിഞ്ഞാലക്കുട കണ്ട കണക്ക് അങ്ങനെ വെയിറ്റിംഗ് റൂം അങ്ങനെയുള്ള വാഷിംഗ് റൂം അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ കയറി വരുമ്പം നല്ലൊരു വ്യൂ ആണ്, അതേ ഉള്ളൂ. പിന്നെ വെയിറ്റ് ഷെഡിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ അതിന് വേണ്ടിയുള്ള സ്റ്റോപ്പുള്ള ട്രെയിനുകളില്ല. ഇവിടെ ആകെ സ്റ്റോപ്പ് വരുന്നത് മെമു, ഷൊർണൂറിൽ നിന്ന് എറണാകുളം, പാലക്കാട്, എറണാകുളം അങ്ങനത്തെ മെമുകളുണ്ട്, അതിന് സ്റ്റോപ്പുണ്ട്. പിന്നെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ നിലമ്പൂരിൽ നിന്ന് കോട്ടയം പോകുന്ന ആ എക്സ്പ്രസ്സിന് സ്റ്റോപ്പുണ്ട്. പിന്നെ കാരയ്ക്കൽ, എറണാകുളം, അമൃത എക്സ്പ്രസ്, ഇതിനൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് വരുന്നത്. എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഈ അമൃത എക്സ്പ്രസ്സും കാരയ്ക്കൽ എക്സ്പ്രസ്സും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, ഈ 3 എക്സ്പ്രസ്സാണ് സ്റ്റോപ്പ് വരുന്ന എക്സ്പ്രസ്സുകൾ. ബാക്കിയെല്ലാം പാസഞ്ചർ വണ്ടികളാണ്. ഈ കാരയ്ക്കലായാലും അമൃതയായാലും ഇതെല്ലാം രാത്രിയൊക്കെയാണ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ കാരയ്ക്കൽ നിന്ന് എറണാകുളം പോകുന്ന വണ്ടിക്ക് മാത്രം വെളുപ്പിനെയാണ്, എന്നാലും അത് രാത്രിയൊക്കെ തന്നെ കൂട്ടിയാൽ മതി. അങ്ങനെ വെട്ടം വീണതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് വരുന്ന മെമുവും പാസഞ്ചേഴ്സും മാത്രമേ ഉള്ളൂ. പിന്നെ കോട്ടയം, നിലമ്പൂർ അതൊക്കെ ഒരുപാട് വെളുപ്പിനെയാണെന്ന് തോന്നുന്നു, എന്ന് വെച്ചാൽ 6, 5:30 ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. സ്റ്റോപ്പുള്ള ട്രെയിൻ വളരെ കുറവാണ്. ഇവിടെ പിന്നെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാവിലെ 10:30 ഒരു പാലക്കാട് നിന്ന് എറണാകുളം പോകുന്നൊരു മെമു ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് ഈ മെമുവിന് തിരിച്ചു പോകുന്നു, ആ ഒരു വണ്ടിയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷമൊക്കെ ഉള്ളൂ വണ്ടി. ഇതിൻ്റെ ഇടയിൽ ആ 10 വരയ്ക്കും ആ 3 മണിയുടെ ഇടയിൽ ഒരു വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. അത്ര റേഞ്ച് ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളെല്ലാം സ്കിപ്പ് ചെയ്ത് പോകത്തുള്ളൂ, എക്സ്പ്രസ്സുകളെല്ലാം സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പിന്നെ അറിയാമല്ലോ, ഈ റൂട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് എറണാകുളം തൃശ്ശൂർ, ആ റൂട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ട്രെയിനുകൾ പോകുന്നുണ്ട്, ഇന്നും ഇഷ്ടംപോലെ ട്രെയിനുണ്ട് പോകാൻ. പക്ഷേ സ്റ്റോപ്പ് ഉള്ളത് ഇത്രേ ഉള്ളൂ. 10:30 ശേഷം പിന്നെ 3 മണിക്ക് സ്റ്റോപ്പ് വരുന്നുള്ളൂ. പിന്നെ ഈ 3 മണിക്ക് ഈ 10:30 മെമു എന്ന് പറയുന്നത് അത് ചൊവ്വാഴ്ചകൾ ഓടാറില്ല, റൺ ചെയ്യാറില്ല. ബാക്കി ആഴ്ചകളിലെല്ലാം ഓടാം, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്, ചൊവ്വാഴ്ച മാത്രം അത് ഓടത്തില്ല. ഇവിടെ FOB ഉണ്ട്, ഒരു FOB ഉണ്ട്, പക്ഷേ അത് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തായിട്ടാണ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തായിട്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനെക്കാട്ടി കുറച്ചും കൂടെ ലെന്ത് കൂടുതലാണ്. പിന്നെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പം എന്തോ പണി കിടക്കുക, പ്ലാറ്റ്ഫോം മോഡിഫൈ ചെയ്യുവാൻ തോന്നുന്നു, ഫുള്ള് പണിയാണ്, പക്ഷേ ലെന്ത് കുറവാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നല്ല സ്പേസും ലെന്തൊക്കെ ഉള്ളതാണ്. ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്ത് അടുത്ത സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ശബരി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് പോകുന്ന ശബരി എക്സ്പ്രസ് വരാറായിട്ടുണ്ട്. അത് മിക്കവാറും മഴയത്ത് തന്നെ ആയിരിക്കും ഇവിടെ സ്കിപ്പ് ചെയ്യാൻ സാധ്യത, അത് എത്താറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം സ്കിപ്പ് ചെയ്ത് പോയത് മംഗലപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന, ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയത്.
ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിനാണ് പോയത്. ടിൻസ് WAG9 വെച്ചിട്ടുള്ളൊരു ഗുഡ്സ് ട്രെയിനാണ്. എറണാകുളം ഭാഗത്തോട്ട് പോയതാണ്. അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കർവും കൂടെ ആയതുകൊണ്ട് നമുക്ക് സിഗ്നൽ നോക്കാൻ പറ്റില്ല എറണാകുളം ഭാഗത്തോട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ഒരു ചേച്ചി, കൊടി കാണിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ ആ ചേച്ചി അപ്പുറത്ത് ക്രോസ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, എന്തോ ട്രെയിൻ വരാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് ഗുഡ്സ് ആണെന്ന് തോന്നി. അപ്പോൾ ഗുഡ്സ് ആണ് വന്നത്. അടുത്തിനി ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞത് സെക്കന്ദരാബാദിൽ നിന്നും തിരുവനന്തപുരത്ത് പോകുന്ന ശബരി എക്സ്പ്രസിൻ്റെയാണ്. അടുത്ത നമുക്ക് അത് സ്പോട്ട് ചെയ്യാം. ഇപ്പം പോയത് പോർബന്ദറിൽ നിന്ന് കൊച്ചുവേളി വരെ പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് ആണ്. ശനിയാഴ്ച മാത്രം ഓടുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. അതിന് LHB കിട്ടിയിട്ട് ഏകദേശം ഒരു 2-3 മാസം കണ്ടായിട്ടേ ഉള്ളായിരുന്നു. അതിനകത്ത് മൊത്തം ആഡ് ഉണ്ടായിരുന്നു. ഇത് ലിറ്റിൽ ബേബിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ആഡ് ഒട്ടിച്ചൊരു LHBയുടെ കോച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഒരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ കാണുന്നത്. അടുത്ത ട്രെയിൻ സ്പോട്ടിങ് നടത്തുന്നത് ധാൻബാദിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ധാൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അതാണ് അടുത്ത നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
ഇപ്പം ആദ്യം പോയത് മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരി. ഇപ്പോൾ കന്യാകുമാരിയിലോട്ട് നീട്ടി കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ്. അതിന് കൊടുത്തിരുന്നത് അരക്കോണത്തിൻ്റെ WP4 ആയിരുന്നു. രണ്ടാമത് അപ്പുറത്തൂടെ ക്രോസ് ചെയ്ത് പോയത് നേത്രാവതി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് ലോക്മാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ്. അതിന് കൊടുത്തിരുന്നത് WP7 ഈറോഡ് ഷെഡിലെയാണ്. ഈറോഡ് ഷെഡിൻ്റെ ലോക്കായിരുന്നു അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് പോയത്. പരശുറാം ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നേത്രാവതി കയറി വന്നു. അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ആഴ്ച 2 ദിവസം മാത്രം സർവീസ് നടത്തുന്ന കൊല്ലത്തുനിന്ന് തിരുപ്പതി വരെ പോകുന്ന എക്സ്പ്രസ് ആണ്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സും വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്തായാലും അത് രണ്ടും എത്താറായിട്ടുണ്ട്. ഈ നേത്രാവതിയുടെ തൊട്ട് പിന്നാലെ തന്നെ ആഴ്ച 2 ദിവസം ശനി ഞായർ മാത്രം ഓടുന്ന പട്നയിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന എക്സ്പ്രസ്സും ഉണ്ട്. അത് നേത്രാവതിയുടെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. അതിനെ നമുക്ക് സ്പോട്ട് ചെയ്യാം അടുത്ത. അപ്പം ഇപ്പോൾ പോയ പട്ന എക്സ്പ്രസ് WP4 ആയിരുന്നു കൊടുത്തിരുന്നത്. കഴിഞ്ഞ ഇരിഞ്ഞാലക്കുട ട്രെയിൻ സ്പോട്ടിങ്ങിൽ നമുക്ക് പട്ന എക്സ്പ്രസ് കിട്ടിയായിരുന്നു. അന്ന് WP7 ലോക്കായിരുന്നു. ഇന്ന് WP4 ലോക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതോടെ ഇവിടുത്തെ ട്രെയിൻ സ്പോട്ടിങ് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം ഇന്നെന്ന് പറയുമ്പോൾ ശനിയാഴ്ച ഞാൻ ഒരു 4 മണിക്കൂർ ഇവിടെ നിന്നുള്ളൂ. ഒരു 10:30 വന്നതാണ്. ഇപ്പം ഏകദേശം 2:30 ഈ 4 മണിക്കൂർ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ട്രെയിൻ ഇന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റി. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം ഇരിഞ്ഞാലക്കുട തന്നെ അന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ ട്രെയിനുകളെ കിട്ടുള്ളൂ. അതും ഏകദേശം ഈ സമയം 4 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇനി ശനിയാഴ്ച സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒരുപാട് ടൈം കിട്ടിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.